രാജാവായ കുറുക്കൻ. വാരണസിയിലെ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു ബോധിസത്വൻ. ബോധിസത്വന് കുറേ രഹസ്യമന്ത്രങ്ങൾ അറിയാമായിരുന്നു. ഷൂം ഷൂം ഹ്രീം. അതിലൊന്നായിരുന്നു വശീകരണ മന്ത്രം. ആരെയും മന്ത്രം ചൊല്ലി കീഴടക്കാൻ ആ മന്ത്രത്തിന് കഴിയുമായിരുന്നു. ഇനി നീ എൻ്റെ അടിമ. ഈ മന്ത്രം കൊള്ളാമല്ലോ. കുറുക്കൻ ബോധിസത്വന്റെ പിന്നാലെ രഹസ്യമായി നടപ്പായി. അങ്ങനെ കുറുക്കൻ വശീകരണ മന്ത്രം പഠിച്ചെടുത്തു. സബാഷ്, പഠിച്ചേ, മന്ത്രം പഠിച്ചേ. ഇനി ഞാനാ കാട്ടിലെ രാജാവ്. ആനക്കൂട്ടം. കുറുക്കൻ ഒട്ടും മടിച്ചില്ല. നേരെ ചെന്ന് ഷൂം ഷൂം. അതോടെ കൽപ്പിച്ചോലും പ്രഭു. ആനകളെ അടിമയാക്കിയ കുറുക്കൻ അടുത്തതായി ചെന്നത് സിംഹങ്ങളുടെ അടുത്തേക്കാണ്. മന്ത്രം ചൊല്ലിയതും അങ്ങനെ കുറുക്കൻ പുലികളെയും മറ്റു മൃഗങ്ങളെയും അടിമകളാക്കി. ഇനി ഞാനാണ് നിങ്ങളുടെ രാജാവ്. പക്ഷേ നമ്മൾ കാശി രാജ്യം കീഴടക്കും. അതിനായി എന്റെ പിന്നാലെ വരുവിൻ. ശരി ഏമാനെ. കുറുക്കൻ വേഗം ഒരു ആനപ്പുറത്ത് കയറി കാശി രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ കുറുക്കൻ കൊട്ടാരത്തിനടുത്തെത്തി. എടാ പേടിത്തൊന്നൻ രാജാവേ, ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വാ. ഉടനെ ബോധിസത്വൻ പുറത്തു വന്ന് കുറുക്കനോട് ചോദിച്ചു, കുറുക്ക രാജാവേ, താങ്കൾ എങ്ങനെ ഞങ്ങളുടെ സൈന്യത്തെ നേരിടും? പറഞ്ഞാലും. അത് നിസാരമല്ലേ. ഞാൻ ഈ സിംഹങ്ങളോട് ഗർജിക്കാൻ കൽപ്പിക്കും. അതോടെ ഗർജന ശബ്ദം കേട്ട് നിങ്ങളുടെ സൈന്യം പേടിച്ചോടും. നോക്കിക്കോ. അങ്ങനെ കുറുക്കൻ പറഞ്ഞാൽ സിംഹങ്ങൾ ഗർജിക്കുമോ? കുറുക്കനു ദേഷ്യം വന്നു. അലറൂ സിംഹങ്ങളെ, ഇവറ്റകളെ പേടിപ്പിച്ചോടിക്കൂ. അതോടെ സിംഹങ്ങൾ അലറാൻ തുടങ്ങി. സിംഹങ്ങൾ അലറിയതും ആനകൾ ഭയന്നു. അയ്യോ, അടങ്ങി നിൽക്കൂ. ഭയന്നൂടിയ ആനകൾ നാലുപാടും പാഞ്ഞു. കുറുക്കൻ തല കറങ്ങി താഴെ. ഓടിയ മൃഗങ്ങൾ കുറുക്കനെ ചവിട്ടി മെതിച്ച് കാട്ടിലേക്ക് ഓടി. അയ്യോ, ശക്തിയില്ലാത്ത മന്ത്രം. ബോധിസത്വൻ ഒരു ഗ്രാമത്തിൽ സിദ്ധനായി താമസിക്കുന്ന കാലം അദ്ദേഹത്തിനൊരു പ്രത്യേക മന്ത്രം അറിയാമായിരുന്നു. ആ മന്ത്രം ചൊല്ലിയാൽ ഏതു കാലത്തും ഫലവൃക്ഷങ്ങളിൽ നിന്ന് പഴങ്ങൾ കിട്ടും. പതിവ് പോലെ ബോധിസത്വൻ അതിരാവിലെ ഒരു കൊട്ടയുമായി കാട്ടിലെത്തി. എന്നിട്ട് ഒരു മാവിനടുത്ത് നിന്നും 7 ചുവട് മാറി നിന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ട് കുറച്ച് വെള്ളം മാവിന് നേരെ തെളിച്ചു. പെട്ടെന്ന് മാവിൻ്റെ പഴുത്ത ഇലകളെല്ലാം കൊഴിഞ്ഞു. മാവിൻ്റെ തളിരുകൾ വന്നു. അടുത്ത നിമിഷം മാവ് പൂവിട്ടു. മാവ് നിറയെ മാങ്ങകളുണ്ടായി. മാമ്പഴമെല്ലാം തുരുതുരെ പൊഴിഞ്ഞതും ബോധിസത്വൻ അതെടുത്ത് കഴിച്ച് വിശപ്പടക്കി. ബാക്കിയുള്ള മാമ്പഴമെല്ലാം ബോധിസത്വൻ കുട്ടയിലാക്കി. ഇത് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കാം. ആ സമയത്ത് ആ വഴി ഒരു യുവബ്രാഹ്മണൻ വന്നു. ഇത് മാമ്പഴക്കാലമല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇത്രയും മാമ്പഴം വിൽക്കുന്നത്? അടുത്ത ദിവസം രാവിലെ അയാൾ ബോധിസത്വന്റെ പിന്നാലെ കൂടി. ഇതെങ്ങനെയെന്ന് കണ്ടുപിടിക്കണം. ബോധിസത്വൻ പോകും വഴിയെ ബ്രാഹ്മണനും പോയി. അയാൾ കാട്ടിലേക്കാണല്ലോ പോകുന്നത്. ഓഹോ, മന്ത്രം ചൊല്ലിയാണല്ലേ മാമ്പഴം പൊഴിക്കുന്നത്. ബ്രാഹ്മണൻ ബോധിസത്വന്റെ വീട്ടിലെത്തി. ഈ സിദ്ധന്റെ ജോലിക്കാരനായി ഇവിടെ കൂടാം. എന്നെങ്കിലും ആ മന്ത്രം എനിക്കും പഠിപ്പിച്ചു തരുമായിരിക്കും. ബോധിസത്വനെ ഗുരുവായി മനസ്സിൽ ധ്യാനിച്ച് ബ്രാഹ്മണൻ ആ വീട്ടിലെ പണികളെല്ലാം ചെയ്യാൻ തുടങ്ങി. വെള്ളം കോരിയിട്ട് വേണം കാട്ടിൽ പോയി വിറകു ശേഖരിക്കാൻ. ഈ നെല്ല് കുത്തിവെക്കാം. എൻ്റെ കാല് വേദനിക്കുന്നു. കാല് ഉയർത്തി വെക്കാൻ ഒരു പീഠം തരൂ. പീഠം കാണുന്നില്ലല്ലോ. എൻ്റെ മടിയിൽ അങ്ങയുടെ കാലുകൾ വെച്ചുകൊള്ളൂ. ഇവനൊരു സൂത്രശാലി തന്നെ. എൻ്റെ കയ്യിൽ നിന്നും മന്ത്രവിദ്യകൾ കൈക്കലാക്കാനാണ് ഇവിടെ ജോലിക്കാരനായി കഴിയുന്നത്. ഈ സൂത്രശാലിയെ മന്ത്രം പഠിപ്പിച്ചാൽ ശരിയാവില്ല. ഇവൻ എത്ര ശ്രമിച്ചാലും ഞാൻ മന്ത്രം പഠിപ്പിക്കാൻ പോകുന്നില്ല.
പാവം എന്നെല്ലാം ജോലികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു. നാളുകൾ കടന്നുപോയി. ബോധിസത്വന്റെ ഭാര്യയ്ക്ക് ബ്രാഹ്മണനോട് ദയ തോന്നി. ആ പാവം നമുക്ക് വേണ്ടി എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത്. ഇനിയെങ്കിലും ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. ഭാര്യ സമ്മതിച്ചതും ബോധിസത്വന്റെ മനസ്സലിഞ്ഞു. മകന്, ഇതൊരു അമൂല്യമായ മന്ത്രമാണ്. ഇത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇത് പഠിച്ചാൽ നിനക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അപ്പോൾ രാജാവോ മറ്റോ നിന്റെ ഗുരുവിനെ കുറിച്ച് തിരക്കും. ഗുരു ആരെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് പറയണം. ഒരു സാധാരണ സിദ്ധനിൽ നിന്നാണ് മന്ത്രം പഠിച്ചതെന്ന് നാണക്കേട് തോന്നി പേര് മറച്ചു വെക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ മന്ത്രത്തിന്റെ ശക്തി പോകും. ഞാൻ എന്തിനാ അങ്ങയുടെ പേര് മറച്ചു വെക്കണം? ആരെങ്കിലും ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അങ്ങയുടെ പേര് പറയും. അങ്ങനെ ബോധിസത്വൻ ബ്രാഹ്മണനെ അമൂല്യമായ ആ മന്ത്രം പഠിപ്പിച്ചു. മന്ത്രം പഠിച്ചതും അയാൾ അവിടെ നിന്നും തൻ്റെ രാജ്യമായ വാരണസിയിലേക്ക് പോയി. അവിടെ എത്തി മന്ത്രം കൊണ്ട് മാമ്പഴമുണ്ടാക്കി നാട്ടുകാർക്കെല്ലാം വിൽപ്പന തുടങ്ങി. അങ്ങനെ ധാരാളം പണവും സമ്പാദിച്ചു. ഓയ്, എന്തു രുചിയുള്ള മാമ്പഴം! ഒരു ദിവസം വിവരമറിഞ്ഞ് രാജാവിൻ്റെ തോട്ടക്കാരൻ വന്നു കുറേ മാമ്പഴം വാങ്ങി. അതിലൊന്ന് രാജാവിനും കൊടുത്തു. അതില്ലാത്ത സമയത്ത് ഇത്രയും രുചിയുള്ള മാമ്പഴം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എനിക്ക് ഈ മാമ്പഴം എല്ലാ ദിവസവും കിട്ടാനുള്ള ഏർപ്പാട് ചെയ്യൂ. അങ്ങനെ യുവാവ് രാജാവിന് എല്ലാ ദിവസവും മാമ്പഴം നൽകാൻ തുടങ്ങി. പകരം രാജാവ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും മറ്റും നൽകി. എങ്ങനെയാണ് ഇത്രയും രുചിയുള്ള മാമ്പഴം എല്ലാ ദിവസവും കിട്ടുന്നത്? അയാൾ രാജാവിനോട് സത്യം പറയാൻ തീരുമാനിച്ചു. മന്ത്രം എനിക്ക് മനഃപ്പാഠമാണ്. ഇനി ഏതായാലും മറക്കില്ല. തക്ഷശിലയിലെ പ്രസിദ്ധനായ ഒരു ആചാര്യൻ പഠിപ്പിച്ച മന്ത്രം കൊണ്ടാണ് മാമ്പഴം വീഴുന്നത്. അതൊന്ന് കൊണ്ടു കളയാം. എന്നാൽ അപ്പോഴേക്കും അയാളുടെ മന്ത്രശക്തി പോയിരുന്നു. ക്ഷമിക്കണം പ്രഭു, ഇതൊരു സാധാരണക്കാരൻ പഠിപ്പിച്ച മന്ത്രമായിരുന്നു. അത് മാറ്റി പറഞ്ഞതോടെ മന്ത്രത്തിന്റെ ശക്തി പോയി. ഇത്രയും അമൂല്യമായ മന്ത്രം പഠിപ്പിച്ചു തന്നയാളെയാണ് നീ അപമാനിച്ചത്. അറിവ് പകരുന്നവർ വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ല, അവരെ ബഹുമാനിക്കണം. അയാൾ ഓടി ഗുരുവിന്റെ അടുത്തെത്തി മാപ്പ് പറഞ്ഞു. നിന്റെ അറിവില്ലായ്മയാണ് മന്ത്രശക്തി ഇല്ലാതാക്കിയത്. നീ ഇനി മന്ത്രം പഠിക്കാൻ യോഗ്യനല്ല. ബോധിസത്വൻ അയാളെ മടക്കി അയച്ചു. അതോടെ അയാൾ ഒരു പാഠം പഠിച്ചു.